Hello, this is Advocate Sharina Hussain. Welcome back to my legal point. Sexual offense against women and children എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള IPCയിലും BNSലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സെക്ഷൽ ഒഫൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് BNSൽ ഒരു പുതിയ ചാപ്റ്റർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിലുള്ള ഒഫൻസുകളൊക്കെ IPCയിൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അതിൽ മറ്റു പല ഒഫൻസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സെക്ഷൽ ഒഫൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെസിഫിക് ചാപ്റ്ററിലാക്കിയിട്ടാണ് BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് പറയേണ്ടതുണ്ട്. BNSൽ കുറെ കൂടി ജെൻഡർ ന്യൂട്രൽ ആണ്. ഉദാഹരണത്തിന് ജെൻഡർ എന്ന വേർഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതില് മെയിൽ കൂടാതെ ട്രാൻസ്ജെൻഡർ എന്നതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ചേഞ്ചസും പലയിടത്ത് കാണാൻ സാധിക്കും. ഇപ്പം IPCയില് 366A മൈനർ ഗേൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഇവിടെ BNSല് അതിന് സിമിലർ ആയിട്ടുള്ള സെക്ഷൻസിൽ ചൈൽഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചൈൽഡ് എന്ന വാക്കിന്റെ അർത്ഥം ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകാം എന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം മൈനർ ഗേൾ ഏജ് ഓഫ് കൺസെന്റ് ഫോർ മാരീഡ് വുമൺ എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ചൈൽഡ് മാരേജിൽ വരുന്ന ഒരു പെൺകുട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മുമ്പ് IPC പ്രകാരം 15 വയസ്സ് കഴിഞ്ഞ വിവാഹിതയായ പെൺകുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ റേപ്പ് ആയിട്ട് കാണില്ലായിരുന്നു. എന്നാൽ BNSൽ അങ്ങനെയല്ല പറയുന്നത്. 18 വയസ്സിന് താഴെയാണ് കുട്ടിയെങ്കിൽ ആ കുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിലും അതിനെ റേപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇവിടെ മൈനർ ഗേൾ അല്ലെങ്കിൽ മാരീഡ് ഗേൾ എന്ന വേർഡാണ് BNSൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് സിമിലർ ആയിട്ടുള്ള നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ടിന്റെ പ്രൊവിഷൻസിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. റേപ്പ് വിക്ടിംസിന്റെ പണിഷ്മെന്റിന്റെ കാര്യത്തിലായിരുന്നു ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. വിക്ടിമിന്റെ പ്രായത്തിനനുസരിച്ച് പ്രതിക്ക് കിട്ടുന്ന പണിഷ്മെന്റിലാണ് ഈ ഡിഫറൻസ് ഉള്ളത്. അത് 12, 16, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന തരത്തിലുള്ള ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനും BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഉള്ളത് ഗ്യാങ് റേപ്പ് ഓഫ് മൈനർ. ഇപ്പൊ 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ഗ്യാങ് റേപ്പ് ചെയ്ത് കൊല്ലുന്നതെങ്കിൽ പ്രതികൾക്ക് തീർച്ചയായും വധശിക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ അതിനിവിടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഏത് കുട്ടിയാണെങ്കിലും ഏത് മൈനർ ഗേൾ ആണെങ്കിലും വിക്ടിം ഒരു ഗ്യാങ് റേപ്പിലാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടിയുടെയും ഗ്യാങ് റേപ്പിന് പ്രതികൾക്ക് ഡെത്ത് പെനാൽറ്റിയും ഹോൾ ലൈഫ് ഇംപ്രിസൺമെന്റും കിട്ടാവുന്ന രീതിയിലാണ് BNSൽ ഇത്തരം ഒഫൻസുകളുടെ പണിഷ്മെന്റ്സ് എൻഹാൻസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സെക്ഷൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്ന ആ ഒരു ഏരിയയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. IPCയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ റിഗ്രസ് ആണ് ഇവിടെ. എന്നാൽ അതേസമയം പോക്സോ ആയിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ നിയമങ്ങൾ മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല ബാക്കി എല്ലാ ഒഫൻസുകളും IPCയിലും ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് BNSലെ പുതിയ ചാപ്റ്ററിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Hope you like this video. Thank you.